കായംകുളം നഗരത്തിൽ ഉത്സവ പ്രതീതി പരത്തി ഐക്യ ക്രിസ്മസ് റാലി നടത്തി. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം പട്ടണത്തിൽ നടന്ന വർണ്ണാഭമായ ഐക്യ ക്രിസ്മസ് റാലി നഗരഹൃദയത്തെ ഭക്തിലഹരിയിൽ ആറാടിച്ചു. കായംകുളത്തെ വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ നാടിനും നഗരത്തിനും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ടാണ് നടത്തിയത്. നൂറുകണക്കിന് വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. കായംകുളം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ക്രിസ്മസ് റാലി ആരംഭിച്ചു. ഭക്തി നിർഭരവും വർണ്ണശബളവുമായ റാലി പ്രതാങ്കമൂട്, മുക്കവല പോലീസ് സ്റ്റേഷൻ, പാർക്ക് ജംഗ്ഷൻ, മലങ്കര കത്തലിക് ചർച്ച്, മുനിസിപ്പൽ ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ വഴി സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ സമാപിച്ചു. റാലി കടന്നുപോയ വഴിത്താരകളിൽ നഗരനിവാസികളും യാത്രക്കാരും സൗഹാർദ്ദത്തോടെ കാത്തിരുന്നു. ക്രിസ്മസ് പപ്പമാർ, ദൃശ്യാവിഷ്കാരങ്ങൾ, കുഞ്ഞുമാലാഖമാർ, പുൽക്കൂടും മുത്തുക്കുടധാരികളും കരോൾ ഗാനങ്ങൾ ആലപിച്ചു നീങ്ങിയ യുവജനങ്ങളും മായാത്ത കാഴ്ചയായി മാറി. റാലിയുടെ സമാപന ശേഷം സെന്റ് ആന്റണീസ് ദേവാലയ അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് സംഗമം സെന്റ് ബേസിൽ മലങ്കര കത്തോലിക്ക ചർച്ച് വികാരിയും ചേതന ഡയറക്ടറുമായ ഫാദർ ഫ്രാൻസിസ് പ്ലാവിലക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കൂട്ടായ്മയുടെ മഹത്വം നമ്മൾ മറന്നു പോകുന്നുണ്ട്. കൂട്ടായ്മയെ പലപ്പോഴും കൂട്ടമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോൾ അവിടെ ജനക്കൂട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയും കൂട്ടവും രണ്ടും രണ്ടാണ്. കൂട്ടമെന്ന് പറയുമ്പോൾ അത് ആരവങ്ങളുടെ ഇടമാണ്. അവിടെ ഹൃദയബന്ധങ്ങളില്ല, അവിടെ പരസ്പര സഹകരണമില്ല, അവിടെ പങ്കുവെക്കലില്ല. ഒരുപക്ഷെ ഒരു സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയാൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ കൂട്ടങ്ങളെയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുടുംബം പോലെയാണ്. അവിടെ ഹൃദയ ഐക്യമുണ്ട്, പരസ്പരം പങ്കുവെക്കലുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ഈ സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശവും ഈ കൂട്ടായ്മയുടെ സന്ദേശമാണ്. കാരണം അത് നമ്മൾ കണ്ടുമുട്ടുന്നത് പുൽക്കൂടിലാണ്. അവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ മനുഷ്യരുടെയും പ്രകൃതിയുടെയും മാലാഖമാരുടെയും സാന്നിധ്യമുണ്ട്. അവിടെ വ്യത്യാസങ്ങളില്ല, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല, അവിടെ വിഭാഗീയതയില്ല. എല്ലാവരും സമന്മാരായിട്ടുള്ള ഒരിടമാണ് പുൽക്കൂട് എന്ന് പറയുന്നത്. ആ ഒരു കൂട്ടായ്മയിലേക്കാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂടിവരവുകൾ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള മതിലുകൾ നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിലോ. മങ്കുഴി CSI ക്രൈസ്റ്റ് ചർച്ച് വികാരി ഫാദർ അജി സാമുവേൽ ക്രിസ്മസ് സന്ദേശം നൽകി. ഫാദർ ലാസറസ് പട്ടകടവ് അധ്യക്ഷത വഹിച്ചു. കാലത്ത് നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അന്നിരുന്ന സ്ഥലത്തും ഇതുപോലെയൊക്കെ സംഘടിപ്പിച്ച റൊട്ടേറിനായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഒരു ജോർജ് സാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നത് കൊണ്ട് അന്നേരം വളരെ സജീവമായി ഇതിലില്ലാത്തതുകൊണ്ട് ഓർക്കാം. 62 ഏകദേശം 62 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നടന്നത്. അതിനുശേഷം നമ്മളിത് നടത്താൻ ഒരുങ്ങുമ്പോൾ സാധാരണ പള്ളികളെല്ലാവരും കൂടിയാണ്, എല്ലാ പള്ളികളും നമുക്ക് നമ്മുടെ ഈ UCFൻ്റെ അധീനതയിൽ വരുന്ന 13 പള്ളികളുണ്ട്. കായംകുളത്തും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ആ 13 കൂട്ടരെയും വിളിച്ചു ചേർത്താണ്. അപ്പോൾ ഈ കഴിഞ്ഞ, അതായത് ഈ തീരാൻ പോകുന്ന ഈ വർഷം വളരെയേറെ ചെലവുള്ളതാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച്
ഫാദർ ജോയ്സ് വി ജോയ്, ഫാദർ മാത്യൂസ് പി ഉമ്മൻ, ഫാദർ റോബർട്ട് പാലവിളയിൽ എന്നിവർ ക്രിസ്മസ് ദൂത് നൽകി. AJ ജോർജ്, ഷിജു വർഗീസ്, ജെയിംസ് പാപ്പച്ചൻ, പ്രസാദ് ആന്റണി, സോളമൻ റൊസാരിയോ, ലെസ്റ്റർ, അനി ഫ്രാൻസിസ്, ഹരിത ബാബു എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ, ക്രിസ്തീയ കലാരൂപങ്ങൾ, ബൈബിൾ ദൃശ്യാവിഷ്കാരം, മാർഗംകളി എന്നിവ സംഗമത്തിൽ അവതരിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം.